ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതുരം മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതിരാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ അലീന നേരെ അടുക്കളയിലേക്ക് കയറുകയാണ്. അപ്പോൾ അടുക്കളയിൽ കയറി 2 ഗ്ലാസ് ചായയൊക്കെ ഇങ്ങനെ തിളപ്പിക്കുക. ആ സമയത്താണ് പൗലോസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത്. അപ്പോൾ പൗലോസിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ അലീനയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പൗലോസ് ഏട്ടാ എന്ന് പറയുക. പക്ഷേ പൗലോസിന് വലിയ മൈൻഡൊന്നുമില്ല. പൗലോസ് ചായ തിളപ്പിക്കാനുള്ള റെഡിയാവുകയാണ്. പൗലോസ് ഏട്ടാ ചായ തിളപ്പിക്കണ്ട, ഞാൻ പൗലോസ് ഏട്ടനും കൂടി ചായ തിളപ്പിച്ചിട്ടുണ്ട്, ഈ ചായ കുടിച്ചോ പൗലോസ് ഏട്ടാ? വേണ്ട, എനിക്ക് ആവശ്യം, ഞാൻ വേറെ ചായ ഉണ്ടാക്കിക്കോളാം പൗലോസേട്ടാ. എന്തിനാ പൗലോസേട്ടാ ഇങ്ങനെ വാശി? പൗലോസേട്ടാ, എനിക്ക് പൗലോസേട്ടനോട് ഒരു പിണക്കുമില്ല, അതുകൊണ്ട് തന്നെ പൗലോസേട്ടൻ എന്നോട് പിണക്കം വെക്കണ്ടെന്നേ. നമ്മൾക്ക് കോംപ്രമൈസ് ആവാൻ പോകുന്നവരല്ലേ. ഞാൻ പൗലോസേട്ടനെ സഹായിക്കുന്നു, പൗലോസേട്ടൻ എന്നെ സഹായിക്കുന്നു. അപ്പോൾ പൗലോസേട്ടൻ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, നല്ല ടേസ്റ്റോട് കൂടി തന്നെ. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് എനിക്കും പറഞ്ഞു തന്നെ ഞാനും പൗലോസേട്ടനും പറഞ്ഞുതരും. അങ്ങനെ നമുക്ക് ഈ അടുക്കളയിൽ പോകുന്നതല്ലേ പൗലോസേട്ടൻ നല്ലത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൗലോസ് വീണ്ടും ഒന്നും മൈൻഡ് ചെയ്യില്ല. അലീനയുടെ വാക്ക് പോലും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഈ പൗലോസേട്ടൻ. അങ്ങനെ പൗലോസ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അടപ്പം കത്തിച്ചിട്ട് ആ അടപ്പിലോട്ട് ഇങ്ങനെ വെള്ളം വെക്കുക. വെള്ളം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ദേഷ്യം വരിക. അപ്പോൾ അലീനയാണെങ്കിൽ ആ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ പൗലോസേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പൗലോസേട്ടാ, ഞാൻ ഇത്ര നേരം പൗലോസേട്ടന് പറഞ്ഞെന്താ? ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതെന്തൊരു കഷ്ടോ! എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ പോലും ഇവിടെ ഒരു അനുവാദം ഇല്ലേ? മറ്റുള്ളവരുണ്ടാക്കുന്ന ചായ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. രുചിയോടുകൂടി കൈപുണ്യത്തോടു കൂടി ഞാൻ ഉണ്ടാക്കുന്ന ചായ തന്നെ കുടിക്കാനാണ് എനിക്കിഷ്ടം, അല്ലാതെ വേറെ ആരും ഉണ്ടാക്കുന്ന ചായ കുടിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അപ്പോൾ പൗലോസേട്ടൻ കോംപ്രമൈസ് ആകാൻ തയ്യാറല്ല അല്ലേ? അല്ല, കോംപ്രമൈസ് ആകാൻ തയ്യാറല്ല. അതിനിപ്പോൾ എന്താ കൊച്ചേ നിനക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, അങ്ങനെയാണെങ്കിൽ പൗലോസേട്ടൻ കുറച്ച് പാടുപെടും. ഞാൻ പൗലോസേട്ടനോട് മര്യാദയുടെ ഭാഷയിലാണ് പറഞ്ഞത്. അത് കേൾക്കാനും പൗലോസേട്ടൻ തയ്യാറല്ലെങ്കിൽ പൗലോസേട്ടനെ പെട്ടിയും കിടക്കയും ഒക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് വെച്ചോ. ഉടനെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടേണ്ടി വരും. ഇനിയും 3 ദിവസം ഞാൻ നോക്കും. പൗലോസേട്ടൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് പൗലോസേട്ടനോട് പറയേണ്ടി വരും ഗെറ്റ് ഔട്ട് എന്ന്. കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ ഒറ്റ പോക്കാണ് 2 ഗ്ലാസ് ചായ എടുത്തിട്ട്. അപ്പോൾ പൗലോസിനത് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയി. പൗലോസ് ആകെ വാശി നിൽക്കണം. അയാൾ എത്ര പറഞ്ഞാലും മാറില്ല എന്ന രീതിയിൽ തന്നെയാണ് പൗലോസ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ലാലിച്ചിനെയും അതേപോലെ തന്നെ അപ്പച്ചനെയും കാണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി വന്നിങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ലാലിച്ച നടന്നു മടത്തു ലാലിച്ച എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അപ്പച്ചൻ എവിടെ നടന്നു അപ്പച്ചേ പറയുന്നത്? ഈ ഇട്ടാവട്ടത്ത് ചുറ്റി നടന്നിട്ട് ചുമ്മാ മടുത്തു എന്നൊക്കെ പറയുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്ന് പോടെ ലാലിച്ച. എടാ നീ എപ്പോഴാടാ നടക്കാനായിട്ട് തുടങ്ങിയത്? ഞാനൊക്കെ ഈ പറമ്പിൽ കിടന്ന് ഒരുപാട് കിളച്ചും മിതിച്ചുമൊക്കെ പണിത ആളാണ്. എൻ്റെ ആ പ്രായത്തിലെ നീയൊക്കെ വല്ല ജോലിയും ചെയ്യുമായിരുന്നടാ, വല്ല കിളയ്ക്കുമായിരുന്നോടാ, തൂമ്പയെടുത്ത് കിളച്ച് നോക്കണോടാ. അപ്പം അറിയാം എനിക്കിപ്പോൾ പ്രായം എന്താണെന്ന് അറിയാവോ? അപ്പം അവൻ പറയുന്നു ഇട്ടാവട്ടത്ത് കൂടി നടന്നെന്ന്. എടാ നിന്നൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാലിച്ചനെ വഴക്ക് പറയാം. അപ്പോൾ ലാലിച്ചനാണെങ്കിൽ മതി അപ്പച്ച, മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പച്ച എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അലീന 2 ഗ്ലാസ് ചായ ഇട്ട് വരുന്നത്. ആഹാ, 2 പേരും എത്തിയല്ലോ, ഒരേ ഗ്ലാസ് ചായ കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ചായ കൊടുക്കുകയാണ്. എൻ്റെ ലാലിച്ച, ഇനി കറക്റ്റ് സമയത്ത് നമുക്ക് ചായയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ പൗലോസ് ആയിരുന്നെങ്കിൽ കറക്റ്റ് സമയത്ത് ചായയും കൊണ്ട് വന്നാനായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ആയി പോയല്ലോ എൻ്റെ ലാലിച്ച. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന വല്യപ്പച്ചാ, അയ്യോ എൻ്റെ പൊന്നു മോളെ, ഞാൻ വെറുതെ പറഞ്ഞതാ, മോളെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, അതൊന്നും മോള് കാര്യമാക്കണ്ട. ആ ചായ ഇങ്ങോട്ട് തന്നണ്ടേ. അതെ, എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ചായയല്ലേ, ഞാൻ കുടിച്ചു നോക്കട്ടെ എന്നും ചിന്നമ്മ ഉണ്ടാക്കിയ ചായ എന്ന് പറഞ്ഞ് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കുടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാനില്ല ലലിച്ച. നിന്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയാണ് ഈ ചായക്ക്. മുഖച്ചായ കിട്ടിയത് പോട്ടെ, പക്ഷെ കൈപുണ്യം കൂടി ഇങ്ങോട്ട് കിട്ടുമോ എൻ്റെ ലാലിച്ച? ഇത് അതേ കൈപുണ്യം തന്നെയാണല്ലോ എൻ്റെ ചിന്നമ്മയുടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ അങ്ങോട്ട് പുകഴ്ത്തുക. അപ്പോൾ വല്യപ്പച്ച വേണ്ട വല്യപ്പച്ച, ഒത്തിരി അങ്ങോട്ട് പുകഴ്ത്തലൊന്നും വേണ്ടെന്നേ. അയ്യോ എന്നടി കൊച്ചേ, ഞാൻ പുകഴ്ത്തിയൊന്നല്ല, ഉള്ള സത്യം പറഞ്ഞല്ലേ. എൻ്റെ ചിന്നമ്മ ഉണ്ടാക്കുന്ന ചായയുടെ അതേ രുചി തന്നെയാണ് ലാലിച്ച, നീയും കൂടി ഒന്ന് കുടിക്കുക ലാലിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ലാലിച്ച മേടിച്ചത് കുടിക്കുക. കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പപ്പ എങ്ങനെയുണ്ട് പപ്പ ചായ എന്ന് ചോദിച്ചപ്പോഴേക്കും കൊള്ളാം, ഓക്കെയാണ് എന്നൊക്കെ പറയാണ്. താങ്ക് യു പപ്പ. പിന്നെ ഞാനേ പൗലോസേട്ടനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൗലോസേട്ടൻ അതൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര മടി.
അതൊക്കെ ഞാൻ ഓക്കെ ആക്കിക്കോളാം പപ്പ. പപ്പ അതിനെക്കുറിച്ച് ഒന്നും ടെൻഷൻ ആക്കണ്ട. ദേ അലീന, എല്ലാം കോംപ്രമൈസ് ആയിട്ട് കൊണ്ടുപോകണം. ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് എളുപ്പമാണ്, പക്ഷേ അത് കോംപ്രമൈസ് ആക്കാനാണ് ഒരുപാട് പാടുപെടേണ്ടത്. ഇല്ല പപ്പ. പൗലോസേട്ടൻ നമ്മുടെ വഴിക്ക് തന്നെ വരുമെന്നേ, അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഒരു ടെൻഷനും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന പോവാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയുടെ വീടാണ്. അപ്പോൾ സാറമ്മയുടെ വീടാണ്. അപ്പോൾ വീട്ടിൽ പള്ളിയിലച്ഛൻ വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി ഇതിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാളെ ഈ തോന്നിയാസമൊന്നും ഇങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല. അല്ല, ഈ സാറമ്മ എവിടെ പോയി, ധ്യാനത്തിന് എവിടെയാണ് പോയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കോട്ടയിലാണ് പോയിരിക്കുന്നതെന്നൊക്കെ പറയാണ്. എന്തിനാണ് എപ്പോഴെപ്പോഴും ധ്യാനത്തിന് പോകുന്നത്? അത് പിന്നെ അറിയാലോ. അതല്ല, ഈ പിള്ളേരുടെ കാര്യമൊക്കെ വിട്ട് ധ്യാനത്തിന് പോകുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. പോകാം, ദൈവവിചാരം ആകാം, ധ്യാനം ആകാം, എല്ലാ കാര്യങ്ങളൊക്കെ ആകാം. പക്ഷെ എന്ന് വിചാരിച്ച് പിള്ളേരുടെ കാര്യമൊക്കെ ഉപേക്ഷിച്ച് 24 മണിക്കൂറും ധ്യാനം എന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ കുടുംബം മുന്നോട്ട് പോകുമോ? അതിനോടൊന്നും എനിക്ക് യോജിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പള്ളിയിലച്ഛൻ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സാറമ്മയുടെ ആങ്ങളെയും ഭാര്യയാണെങ്കിൽ പിള്ളേരെ നോക്കാനും ഞാനുണ്ടല്ലോ, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാൻലിയുടെ കാര്യമാണ്. സ്റ്റാൻലി എവിടെന്നോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തീർത്തിരിക്കുന്നു. ആ വിഹിതത്തിലുണ്ടായ മകള്. ഇതൊക്കെ നാണം കെട്ട ഏർപ്പാടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ശരി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അയാൾക്ക് പണ്ടുണ്ടായ ഒരു ബന്ധമാണല്ലോ. ശരി, കല്യാണത്തിന് മുമ്പ് അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ വേറൊരു കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളും കുട്ടികളും ഒക്കെ ആയതിനു ശേഷം ഇത് കൊടയും പിടിച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് എൻ്റെ അച്ഛോ? അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ ഒന്ന് സംസാരിക്കണം. ഞാനൊന്ന് സ്റ്റാലിനോടൊന്ന് സംസാരിച്ച് നോക്കാം. എന്ത്, അയാളോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട് അച്ഛോ. ഇനിയിപ്പോൾ ഈ സ്വത്തുക്കളെല്ലാം അവളുമാർ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളും മക്കളൊക്കെ വഴിയാധാരമാകും. അതച്ഛനറിയാലോ. പറഞ്ഞതിലും സത്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് സ്റ്റാൻലിയുടെ ഇളയ മകളായ മന്ദബുദ്ധി മകൾ ഇങ്ങോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ പലഹാരം എടുത്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ തള്ള പറയണ വേണ്ട, എടുക്കണ്ട. അപ്പം നമ്മുടെ പള്ളിയിലച്ഛനാണെങ്കിൽ മോളെ മോൾ ഈ പലഹാരം എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലച്ഛൻ കൊടുക്കുകയാണ്. അതേ, കുട്ടികളെ പോലെ ആകണം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്ത് ഇടം കിട്ടില്ല. അങ്ങനെ ബൈബിളിലൊരു വാക്കുണ്ട്, അത് മറന്നുപോയോ? കുട്ടികളോട് എന്തിനാ നമ്മളിങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവർക്ക് വല്ലതും അറിയാവോ? മോൾ ഇതുകൊണ്ടേ കഴിച്ചോട്ടോ, അത് കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും വരണം മേടിക്കാനായിട്ട് കേട്ടോ. താങ്ക് യു ഫാദർ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോകണം. ഏതായാലും സാറമ്മയും കൂടി വരട്ടെ, അവളിത് കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല, എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി ഞാനും കൂടി സംസാരിക്കാം, ഞാനും സ്റ്റാലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്, അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ പൗലോസ് ഭയങ്കര വാശിയിലാണ്. പൗലോസിനോട് ഒരു ജോലിക്കാരൻ ചോദിക്കാൻ വരികയാണ്, എന്താണ് പൗലോസ് ഏട്ടാ, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കെടാ ആ പെണ്ണിൻ്റെ അഹങ്കാരമില്ലേ, അത് ഭയങ്കര അഹങ്കാരം കേട്ടോ. എനിക്ക് ആ പെണ്ണെ സഹിച്ചൊന്നും ഇവിടെ നിൽക്കാനൊന്നും പറ്റിയൊന്നുമില്ല. എൻ്റെ പൗലോസ് ഏട്ടാ, അതൊക്കെ സഹിച്ചൊന്ന് നിൽക്ക്. പൗലോസ് ഏട്ടൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകാനായിട്ട് പാടില്ല, അതൊക്കെ പൗലോസ് ഏട്ടന് ദോഷം വരുമെന്നേ. എടാ അതെ, ഏതായാലും കേണൽ സാറ് പറയുന്നത് കേൾക്കാം, കേണൽ സാറിൻ്റെ ഭാര്യ പറയുന്നതും മക്കൾ പറയുന്നതും കേൾക്കാം. ഇവളാരാണ്, ഈ മൂദേവി ആരാണ് എന്നെ ഭരിക്കാനായിട്ട്? എവിടെന്നോ കയറി വന്ന മൂദേവി ഏതോ ഒരു സ്ത്രീ പിഴച്ചു പെറ്റ് എവിടെയോ തള്ളിയ പെണ്ണ് ഇവിടെ കയറി വന്നിട്ട് എന്നെ ഭരിക്കുന്നു, ഈ അടുക്കളയിൽ കയറി ഭരിക്കുന്നു. ഇതൊക്കെ എനിക്ക് സഹിച്ചും കണ്ട് നിൽക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവരെ ഓടിക്കാന്നേ. ഞാൻ ഏതായാലും എത്തിക്കേണ്ട അടുത്തൊക്കെ ന്യൂസ് എത്തിച്ചിട്ടുണ്ട്. അധികം താമസിയാതെ അവരിങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. ആ അലീനയില്ലേ, ആ കുലീന, അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്ന രീതിയായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ കണ്ടോ പൗലോസേട്ടാ എന്ന് പറയുകയാണ്. നോക്കാം, എവിടത്തോളം പോകുമെന്ന് എനിക്ക് നോക്കാം. ഏതായാലും അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല.
ആ ചേട്ടനും കൂടെ ആൻ്റണി ചേട്ടനും കൂടെ നമ്മളോട് കൂടെ നിന്നാൽ മതിയേ. അയാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ പൊങ്ങുപോലെയാണ്, പൊങ്ങുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതാണ് അയാളുടെ അവസ്ഥ. അതുകൊണ്ട് അയാളെ നമ്പാനായിട്ട് പറ്റില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പൗലോസ് ചേട്ടനാണെങ്കിൽ മാർക്കറ്റിൽ പോകാനുള്ള ധൃതിയിൽ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് വരികയാണ്. എന്താ പൗലോസ് ചേട്ടാ, എന്തിത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? എനിക്ക് അവളുടെ ഈ ആട്ടും തുപ്പും ഭരണമൊന്നും കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല പൗലോസ് ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ചേട്ടൻ ഇവിടെ നിന്ന് പോകരുത്. അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിന്നാൽ മതി. എടാ, നീ ഏതോ ആളെ കൊണ്ടുവരുമെന്നോ ഇവിടെ വന്ന് കുളം കലക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വരുമെന്നേ. ഞാൻ പറഞ്ഞല്ലോ, വരുമ്പോഴേ ഒരു 1.5 വരവായിരിക്കും. അലീനയെ ഇവിടെ നിന്ന് പറിച്ചു മാറ്റാൻ തന്നെയായിരിക്കും അവർ വരാനായിട്ട് പോകുന്നത്. പൗലോസേട്ടൻ കണ്ടോ പൗലോസേട്ടാ, വാ നമുക്ക് പോകാം മാർക്കറ്റിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മുടെ സൂപ്പർവൈസർ കണക്കെല്ലാം എഴുതി വെച്ചിരിക്കുക. ആ സമയത്ത് എത്ര നേരം ഇവിടെ നിന്നെയൊക്കെ കാത്തിരിക്കുന്നു, നീക്കിത് എവിടെ പോയി കിടക്കുന്നത്? അയ്യോ എൻ്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ സൂപ്പർവൈസർ എവിടത്തെ, പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും നോക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മറ്റൊരു ജോലിക്കാരൻ പറയാണ്, അതെ ഇവിടെ ഇരുന്നൊരു പ്രശ്നം ഉണ്ടായി. അപ്പോഴേക്കും അലീന വരികയാണ്. അപ്പം അലീനയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ പൗലോസ് ചേട്ടന് അയാളുടെ വായ അങ്ങോട്ട് പൊത്തുകയാണ്. എടാ, എന്തൊരു കൊതുകാടാ ഇത് എന്നൊക്കെ പറയാം. ആ മോളെ, എന്താ മോളെ, വാ വാ മോളെ, എന്താ മോളെ, എല്ലാം ഓക്കെ ആണോ മോളെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നു. അതെ, മാർക്കറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ലിസ്റ്റെല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ? എങ്കിലൊന്ന് കാണട്ടെ. മോളെ, മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു വന്നിട്ട് കണ്ടാൽ പോരെ? അങ്ങനെയാണെങ്കിൽ അത് കണ്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പിന്നെ നമുക്കങ്ങോട്ട് പോയാലോ? അതെ, പെട്ടെന്ന് വണ്ടി എടുക്കുന്നേ, മാർക്കറ്റിൽ ആ ചേട്ടനെ അടച്ചിട്ട് പോകും. അവരുടെ മോളുടെ മക്കളുടെയൊക്കെ അത് മാമുദീസയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മാമുദീസയോ അങ്ങനെയൊക്കെ ഉണ്ടോ? അവരുടെ മക്കളൊക്കെ അങ്ങ് ലണ്ടനിലോ അമേരിക്കയിലേക്കും അല്ലേ, പിന്നെ എങ്ങനെയാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പൗലോസ് ചേട്ടൻ അങ്ങ് ചമ്മി നാരൊരവസ്ഥയിലായി പോവാണ്. അലീനയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.